ആരും കല്യാണം കഴിക്കരുത്. വണ്ടി ഓടിക്കണ്ടേ? ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. അപ്പൊ സ്വാഭാവികം കുളിച്ചു, ചൂടുവെള്ളത്തിൽ കുളിച്ചു, ചൂട് വണ്ടിയിലിരിക്കുന്നു. നല്ല വൈബുണ്ടല്ലേ. ഡിറ്റയുടെ പണി നോക്കുന്നു, ഡിറ്റയ്ക്ക് ഫോൺ വിളിക്കാനുള്ള ആൾക്കാരെ എന്തോ ചെയ്യുന്നു. അപ്പം ഇനിയിപ്പോൾ ഒരു ഫുഡ് കഴിക്കണം. ഡിറ്റയുടെ കട്ട ഉറക്ക കാരണം നമ്മൾ ലേറ്റ് ആയിരുന്നില്ലേ. ഉറങ്ങിക്കോട്ടാ, ഞാൻ 7 മണിക്ക് കഴിഞ്ഞിട്ടാ. അപ്പൊ നല്ലപോലെ ഉറങ്ങി ഫ്രഷ് ആയേനെ. പോയി ഫുഡ് കഴിക്കാം. ടാറ്റാ ബൈ. കേട്ടാ, നീ പോയി കട കയറുമെന്ന് വിചാരിച്ചോടെ എത്ര തിരക്കുണ്ടെന്ന്. ഇവിടെ ഒടുക്കത്ത തിരക്ക്, ഇരിക്കാൻ പോകുന്ന സ്ഥലമില്ല, താഴെയില്ല, ഫുള്ള് മലയാളീസാ. ഇനി നമുക്ക് എപ്പോ ഫുഡ് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. കിട്ടുന്നത് തന്നെ അടിച്ച് പോവാം, അതായിരിക്കും നല്ലത്. ഡേറ്റയ്ക്ക് ഫോൺ വിളി മെസ്സേജുകളൊക്കെ ഇപ്പൊ നടക്കും. ആഫ്റ്റർ ഏജസ് ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നമുക്ക് ചായയും കോഫിയും കിട്ടുക. ഏകദേശം 1 അരമണിക്കൂർ ഫുഡ് കഴിക്കാൻ മാത്രം പോയി. ഡിറ്റ ഫോൺ വിളിയിൽ തന്നെ ഫോൺ വിളിച്ചിരിക്കുന്നു. ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നു. അപ്പൊ നീ വേണ്ട സെൽഫി സ്ഥലം നോക്കി. അപ്പൊ ഇവിടുത്തെ ആൾക്കാരായിരിക്കും ആ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കയറി കഴിക്കാൻ ഒടുക്കത്തെ തിരക്ക് 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അല്ലാതെ അവിടെ അടിയും ബഹളോ, കട്ട അടിയും ബഹളോ. അതിന് ഫുഡ് 1 അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് മറ്റയാള് വന്ന ഓർഡർ എടുക്കാൻ. അതിന് ഫുഡ് വന്ന് ദോശക്ക് ഇഷ്ടമായിട്ടാ. പക്ഷെ പപ്പ ഇറങ്ങി പോയാലേ. ഞാൻ ഇറങ്ങി പോവാന്ന് വെച്ചാൽ ഇറങ്ങി പോയി അടുത്ത കിടന്നപ്പോ ഇതേ സമയം പിടിക്കൂലോ. ശരിയാ. പിന്നെ കോഫി നല്ലായിരുന്നു, ദോശ എനിക്ക് ഇഷ്ടമായി, ദോശ ചട്നിയൊക്കെ നല്ലായിരുന്നു. എനിക്ക് ഇഷ്ടായിട്ടില്ല. ഞാൻ വണ്ടി കയറി എന്തെങ്കിലും മധുരം കഴിച്ച് വായന കഴിച്ചിരിക്കാൻ. കോഫി കുടിച്ചപ്പോ ഇച്ചിരി സമാധാനം. ഇതെന്താ മെഡിക്കൽ കോളേജ്? 2 കോഫി. മെഡിക്കൽ കോളേജ് നീൽഗിരീസ്. ഈ ട്രീ ഇതൊക്കെ ബ്യൂട്ടിഫുൾ അല്ലേ? ബ്യൂട്ടിഫുൾ. പുറത്ത് നല്ല ഇതുണ്ട്. എനിക്ക് അങ്ങനെ ഇഷ്ടം. വേർക്കാൻ പാടില്ല. ഇത് വേർക്കാനില്ല. വെയില് കൊണ്ടുണ്ടെങ്കിലും നമ്മൾ പോണ സ്ഥലം ട്രക്കിംഗ് പോലത്തെ സ്ഥലമാണെന്ന് തോന്നുന്നു. കൃഷി ഉണ്ടോ? പട്ടികളുടെ കാരണം നിറച്ച് വേണ കുതിരയാണ്. മറ്റേ ചാടി ചാടി തന്റെ സ്ക്രീൻഷോട്ട് ആയില്ലോ. അതെങ്ങനെ പക്ഷെ ഇത് അയച്ചു. ഇതുമ്പോ ചെളിയായിട്ട്. വാട്ട് എ ബ്യൂട്ടി അല്ലേ? നമുക്ക് ഇന്നലെ വലിയ വൈബ് വരുന്നുണ്ടായിരുന്നില്ല, പക്ഷെ ഇന്ന് നല്ല രസമുണ്ട്. പപ്പ വരികയാണെങ്കിൽ അവിടേക്ക് പോകണ്ടെന്ന് അറിയായിരുന്നു. നീ ഇന്നലെ തണുത്ത് കുറച്ച് ഓർമ്മയില്ലേ? സോക്സ് ഇട്ടിറങ്ങും. അപ്പൊ ഇവിടെ എ സി വെച്ച ലാഭമല്ല. ഫാനും വേണ്ട, എ സി വേണ്ട, ഹീറ്ററാണ്. പക്ഷെ ഇത് ശരിക്കും നല്ലൊരു പോണ്ടെന്ന് പറയാ. ഈ കാട് കയറിയിട്ടാണ് ചീത്ത എന്താ നിറച്ച ആൾക്കാരുണ്ട്. നല്ല നൈസ്, നല്ല തണുത്ത കാറ്റല്ലേ. ഗുഡ്, ഐ ലൈക്ക് ഇറ്റ്. ഇരിക്കാനും സ്ഥലമുണ്ട്. ഇന്നലെ ഫുഡ് കഴിച്ചിട്ട് വെയിറ്റ് ആക്കി വെച്ചിട്ട് ആവശ്യമില്ലാണ്ട് ഇപ്പൊ ഷട്ടർ ഡിറ്റയുടെ ഷോർട്സ് എടുക്കുന്നു. എൻ്റെ ഓരോരോ പണികൾ കാണുകയും കഷ്ടപ്പാട് കാണുകയും. സ്ഥലം കാണിച്ചു കൊടുക്കാമല്ലേ? നീ ഇങ്ങനെ പോകുമ്പോൾ കാണിച്ചു കൊടുക്കാം. ഇതൊക്കെയാണ്. ആരും കല്യാണം കഴിക്കരുത്. ഡിറ്റയുടെ കോപ്രായങ്ങൾ കാണുകയും
മറ്റേ ടൈറ്റാനിക് ജാക്കൊക്കെ നടക്കടി. എത്ര ചേട്ടി? 30 seconds. ആ നീ അങ്ങോട്ട് അപ്പുറത്തേക്ക് പോവാ. അവിടെയൊക്കെ വരുന്നിട്ട് കയ്യാ എന്തിനു കാണിച്ചോ? ഞാൻ പറ്റിക്കിങ്ങനെ എടേ ക്യാമറ മറ്റേ സ്റ്റാൻഡ് ഉണ്ട്. നമ്മൾ വെൻലോക്ക് ഡൗൺസിലേക്ക് വന്ന ഇവിടെ ഷൂട്ടിംഗ് സ്പോട്ടാണ്. അത് ടെമ്പററി ക്ലോസ്ഡ് ആണ്. ജൂൺ 30 വരെ. അതുകൊണ്ട് ആൾക്കാർ അവിടെ പോയി നടക്കാൻ പോയിക്കണേ. ജൂൺ 30 വരെ ആരും വരരുത്. ചിലപ്പോ ഇവിടെ വല്ല സിനിമ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ പേരൊക്കെ പറഞ്ഞ് നമ്മള് വിചാരിക്കും ഇങ്ങനെയൊക്കെയാണ്. അതാണ് ആരും കയറാത്തത്. ഞാനും വിചാരിച്ചു നമ്മൾ ചമ്മിപ്പോയിരിക്കുന്നു. നടക്കാം. പക്ഷെ ഇങ്ങനെ നടക്കണമെങ്കിൽ വേറെ സ്ഥലത്തേക്ക് ഇവിടെ നിന്നാ പോരാ. ഇപ്പൊ നമ്മൾ വന്ന സ്ഥലത്തിന്റെ പേര് തെറ്റാ നടുവട്ടം. ഇത് ഏതോ ഡാമാണ്. എനിക്കൊന്ന് പയ്യങ്കാര ഡാമാണെന്ന്. നല്ലതായിട്ട് വെള്ളം തുറന്നിരിക്കുന്ന പ്രശ്നമല്ലേ. അടിപൊളിയുണ്ടല്ലേ. എനിക്കോണേ അത് ഓവർഫ്ലോ ചെയ്ത് വരുന്ന വെള്ള. മറ്റേ പുല്ലല്ലേ. ഇത് പഴയ പാലം ഇവരടച്ചിട്ട്. അവിടൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ്. അത് അതിൻ്റെ അടിയിൽ ആ ചെടി ലൈക്ക് ആ കളറുള്ള ചെടി ഉണ്ടാവും. നൈസാണ്. ഇതിലൊക്കെ ആകാശം കാണാൻ രസമാണ്. അയ്യൊരു വീടൊരു പൊട്ടി പോലെ. ഇതാണ് കാലുമ കിട്ടോ. രസമുണ്ടല്ലേ. ഗുഡ് നൈസ്. ഇതൊക്കെ ഫ്രീ ആയിട്ട് കാണാൻ പറ്റിയ സ്ഥലമാണ്. പേയ്മെന്റ് സ്ഥലങ്ങൾ വളരെ കുറവാണല്ലേ. ഇതാണ് പക്ഷെ ബ്യൂട്ടിഫുൾ ആയി കാലം കുലുങ്ങുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ ഗ്രീൻ താഴെ ചെടിയാണ്. നമ്മുടെ ഗ്രീൻ കളറായിട്ട് തോന്നുന്നത്. അപ്പൊ നല്ല ഡാർക്ക് ഗ്രീൻ ആകുമ്പോൾ എനിക്ക് പറഞ്ഞാൽ ഡാർക്ക് ഗ്രീൻ കളർ കിട്ടും. മഴക്കാലമായതുകൊണ്ടായിരിക്കാം വെള്ളം നന്നുകൊണ്ടായിരിക്കാം തുറന്നിട്ടെന്ന് വിചാരിക്കുന്നു. എടി അവിടെ നിന്നുള്ള വെള്ളവും വേറൊരു പുഴ പോലെ വേറെ വെള്ളം ഉണ്ട് ആ സൈഡിൽ നിന്ന്. ഇപ്പൊ ഇത് അടച്ചിട്ട് കഴിഞ്ഞാൽ ലൈക്ക് അവിടെ നിന്ന് മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ. എനിക്ക് കാണാൻ പറ്റുന്ന എനിക്കറിയില്ല. ആ ബിൽഡിങ്ങിന്റെ താഴെ കൂടെ ഒരു സ്ട്രീം പോലെ വരുന്നുണ്ട്. പിന്നെ മോളിൽ ഇങ്ങനെ കാണിക്കുന്നത് ഇവിടെ വണ്ടി പോകുമ്പോൾ പാലം ശരിക്കും വൈബ്രേറ്റ് ആവുന്നുണ്ട്. അത് പാലത്തിന്റെ അങ്ങനെ ഫംഗ്ഷനൊരു ഗ്യാപ്പ് ഇട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും ഇതൊക്കെ ഈ പാലൊക്കെ ഭയങ്കര സ്ട്രോങ്ങാണ്. സ്റ്റീലോണ് ഉണ്ടാക്കിയതാ. പക്ഷെ അന്താഴത്തെ രീതിയിലല്ലോ. ഒറ്റ വണ്ടിക്ക് പോകാനുണ്ടായിരുന്നുള്ളൂ. ഇനി ഇപ്പുറത്തെ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം പറഞ്ഞു ജസ്റ്റ് വെള്ളം കൊണ്ടുപോകും. ഇത് കണ്ടില്ലേ അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ ആരും നിൽക്കണില്ലല്ലേ. ഇനി 5-6 വണ്ടി ഉണ്ടെങ്കിൽ എല്ലാവരും നിൽക്കും. വണ്ടികളില്ലാത്തതുകൊണ്ടാണ് ആരും നിൽക്കാത്തത്. അപ്പൊ നമുക്ക് പോവാം. ഞങ്ങളപ്പോൾ ഇവിടെ ഒരു ബോട്ട് ഹൗസിലേക്ക് പോവാണ്. 1 കിലോമീറ്റർ ഫോറസ്റ്റിനുള്ളിലേക്ക് കയറിക്കാണ്. പുലി ഉണ്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ടിക്കറ്റ് ഒന്നും അങ്ങള് പുറത്തേക്ക് ഇടാനും കുഴപ്പമില്ല. പുറത്താണ് നിക്കണേ. നോക്കിയൊക്കെ പോയിട്ട് ഉണ്ടെന്ന്. സാധാരണ ഇങ്ങനെയൊക്കെ കാശെടുത്ത് പോയതൊക്കെ പെട്ടെന്ന് ശരിയാ. ഇത് 20 രൂപ കാരണം കുഴപ്പമില്ല. മറ്റൊന്ന് 100 വരുന്നില്ലേ കാറിന്റെ. നമ്മള് 5 മിനിറ്റ് പാർക്ക് ചെയ്ത് ഇവിടെ പാർക്ക് ചെയ്തോട്ട് താഴേക്ക് പോകണനുസരിച്ച് നോക്കിട്ട് പാർക്ക് ചെയ്താൽ ഇവിടെ ഇറങ്ങി നടക്കണം.
വാ ഇച്ചു നേരം നോക്കട്ടാ ഫോണിനെ ഞാൻ നോക്കിക്കൊണ്ട് പുറത്തേക്കൂടെ കാണിച്ചു തരാം. പിന്നെ പുലി കടിക്കുമോ പുറത്തുകൂടെ നടക്കണോ? അത് എനിക്കറിയട്ടാ. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ വാട്ടർ ബോട്ട് പരിപാടിക്ക് വന്നിരിക്കുന്നു. ഇതിന്റെ റേറ്റ് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടോടിട്ട് റേറ്റ് എടുക്കണത് അവിടെയാണുള്ളത്. ഇതാണ് വ്യൂ. ഡ്രോൺ ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല. ഫുഡ് ഇവിടുന്നേക്കാം തമിഴ്നാട്. സെൽഫി അല്ലേ? സെൽഫി എടുക്കാലോ. തട്ടി തട്ടി പോവായിരിക്കും. ഇതാണ് ടിക്കറ്റിൻ്റെ റേറ്റ്. 2 പേര് 3 പേരാണെങ്കിൽ 1050. 8 സീറ്ററിൻ്റെ 1150 ഉള്ളത്. 8 പേര് 2 പേര് 4 പേര് ഗ്രൂപ്പ് ഉണ്ടാക്കേണ്ടി വരുമോ? നമ്മളിപ്പോൾ 8 പേരുടെ ബോട്ടാണ് എടുത്തേക്കണേ. അപ്പോൾ അതിലേതൊരു ഓപ്പൺ വന്നിട്ടില്ലല്ലേ? ഓപ്പൺ അതാണ് തന്നെ. അതൊരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വരും. ഓപ്പൺ ആയിരിക്കും ഭംഗി. അപ്പോൾ നമുക്ക് എല്ലാം ക്ലിയർ ആയിട്ട് കാണാമല്ലോ. അത്രേ ഉള്ളൂ. അത് നീ ഈ ലെഫ്റ്റ്. ഓക്കെ ഫൈൻ, സെറ്റ് ചെയ്യാം. അത്ര സ്പീഡിലാണോ? അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് വ്യൂ. ഇത് നമ്മൾ മറ്റേ കഴിഞ്ഞ സ്ഥലത്ത് പോയില്ലേ, സെയിം സാധനം തന്നെയാണ്. ഇതൊക്കെ പേടിച്ച് വരച്ചിരിക്കുകയാണ്. നമുക്ക് ഫ്രണ്ട് സീറ്റിന് കിട്ടി. അതാണ് നല്ല വ്യൂ. ജാക്കറ്റ് ഉണ്ട്. പേടി. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പേടിച്ച് പറിച്ച് നിൽക്കുന്നു. ഫോണ്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ടെൻഷൻ അടിക്കണ്ട. ഇത് 20 മിനിറ്റിന്റെ റൈഡാണ്. 20 മിനിറ്റ് ഉണ്ട്. ബോറടിക്കൂലേ? എന്റെ പിന്നെ അതിലൊക്കെ പോയി കഴിഞ്ഞാൽ ഡേറ്റൊക്കെ അറിയും. ഇത് ഈ സ്പീഡ് അത്യാവശ്യം സ്പീഡുള്ളൂ. ഒരു 3 3 സീറ്ററിൻ്റെ. അത് 10 മിനിറ്റ് കൊണ്ട് പരിപാടി തീരും. നൈസല്ലേ? സിമ്പിൾ. വെള്ളത്തിന് കളറൊക്കെ നല്ല. നമ്മൾ തിരിക്കുകയാണ്. നമ്മൾ വന്നത് അറ്റത്താണ്. അവിടെ നിന്നാണ് വന്നത്. നമ്മൾ തിരിച്ചു പോവുകയാണ്. ഐ തിങ്ക് സോ. പക്ഷെ മൃഗങ്ങളൊന്നും കണ്ടില്ലല്ലേ? മറ്റേ സ്പീഡ് ബോട്ടുകാർ അവിടെ വരെ പോയി. സ്പീഡിൽ പോണുണ്ടോ? കാറ്റല്ലത്, മഴയാണ്. പൊടിക്കാറ്റാണ്. ചെറിയൊരു പൊടിയുണ്ട്. മഴ പെയ്യാൻ പോണ 8 മണിയാ. ഇത് നല്ല തണുത്താറ്റല്ലേ? ഈ ഫ്രണ്ടിന് വെള്ളം തട്ടി മേത്ത് ഇങ്ങനെ തുള്ളിയായിട്ട് മഴ പെയ്യണ പോലെ കഴിയുമ്പോൾ ഒരു രസമുണ്ട്. നല്ല തണുത്ത കാറ്റ് അല്ലേ? നമുക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ, ബാക്കി കിട്ടുന്നുണ്ടാവില്ല. അതായത് ഇത് കണ്ട വെള്ളം തെറിച്ചുണ്ടോ? ആ വെള്ളം നമ്മുടെ മേത്തേക്ക് ഇറങ്ങുന്നത്. ഒരു മഴ പെയ്യണത്, പൊടിക്കാറ്റ് മഴ. നല്ലൊരു തണുത്ത കാറ്റും തണുത്ത മഴയുള്ള പൊടിക്കാറ്റും. നല്ല രസമുണ്ട്. തണുത്ത് ഇറക്കണം. അപ്പോൾ നമ്മൾ എത്താറായി. ഒരു 5 മിനിറ്റുള്ളെത്തും. അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അങ്ങനെ നമ്മളുടെ യാത്ര അവസാനിക്കുന്നു. നമ്മളൊപ്പം വേറെ ഗ്രൂപ്പുകളും 3 പേര് ഒരുമിച്ച് പോകേണ്ടി വരും അല്ലേ? നൈസ്, ഇറ്റ്സ് ഗുഡ്. കയറാനുള്ള തിരക്ക് നോക്കുക. നല്ല തിരക്കുന്നുണ്ടാ. ഫോട്ടോഷൂട്ടൊക്കെ എത്ര മാത്രം ആൾക്കാർ ഇടിച്ചു. ഇതെങ്ങനെയുണ്ട്? ഇവിടെ വരുന്നവർക്ക് കുറേ പരിപാടിയുണ്ട്. ഒരു ദിവസം വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാമല്ലേ? പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളുണ്ട്. പിന്നെ 2 റൈഡ് ഒരുമിക്കും കഴിയും.
ഫുഡ് കഴിച്ചപ്പോൾ ഈ ദിവസം കഴിയും. ഇപ്പൊ നമ്മൾ എവിടേക്കാണ്? പൈക്കര വാട്ടർഫാൾസ്. അതെ, അതിന്റെ ബോർഡ് കണ്ടത്. ലേറ്റ് വാട്ടർഫോൾ എങ്ങനെ ഉണ്ടാവേണ്ടിട്ട് 300 മീറ്റർ ഉണ്ട് ഇവിടുന്ന്. 300 മീറ്റർ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് ഏകദേശം 500 മീറ്റർ നടന്നു. ക്യൂ ആണോ? ക്യൂ ഒന്നുമില്ല. ടിക്കറ്റ് കണ്ടില്ലാന്ന് പറയാം. ഇതാണ് വാട്ടർഫോൾ, പൈക്കര വാട്ടർഫോൾ. ഇത് എവിടെയായിരിക്കും? അത് അങ്ങനെ കയറി പോണം. ഇങ്ങനെ വഴി കയറി അങ്ങനെ കയറി പോണം. അയ്യാണ്ടോ. അത് കഴിഞ്ഞ ആഴ്ച വരായിരുന്നു അല്ലേ? കഴിഞ്ഞ ആഴ്ച ഇപ്പൊ മഴ പെയ്തിട്ടൊന്നുമില്ല. അല്ലാണ്ട് പിന്നെ സ്കിപ്പ് അടിച്ച. അപ്പൊ കഴിഞ്ഞ ആഴ്ച വരായിരുന്നു. ആൾക്കാരൊക്കെ മഴയെന്ന് വെച്ചാൽ പേടിച്ചിരിക്കായിരിക്കും നമ്മളെ പോലെ. പേടിച്ചിരിക്കും. ഈ ആഴ്ച എല്ലാരും കൂടെ ഒരുമിച്ച് ആയിരിക്കാം, എല്ലായിരിക്കാം. നമ്മള് എവിടെ നിന്ന് വന്നേ? നമ്മളത് അവിടെ നിന്നാണ് വന്നേ. അതെ, പകുതി ദൂരം കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തോരം ദൂരം? 300 മീറ്റർ ഞാൻ ട്രക്കിംഗ് ഉള്ള നടക്കാനുള്ള കാരണം വന്നേ. ഞാൻ മറ്റേ ഡാമിന്റെ ഭാഗാന്ന് വെച്ചു. സെൽഫിൽ എടുത്തിട്ട് നിൽക്കുന്നിട്ട് പറയണ്ടേ? ഇപ്പൊ നമ്മള് പൈക്കര വാട്ടർഫോളില് എത്താറായി. ഓൾമോസ്റ്റ് എൻ്റെ അറിവിലായുണ്ട്, പക്ഷെ ഇവരുടെ കാൽക്കുലേഷൻ ആയിട്ടില്ല. പിന്നെ അവസാനം കാണുമ്പോൾ അവിടെയാണ് വാട്ടർഫോള്. ചെറുതാണ്. നീക്കള്ളേ കഴിക്കുന്നു. അപ്പൊ അത്യാവശ്യം വലിയ വാട്ടർഫോൾ ആയിരിക്കും. ഇങ്ങനെ കയറി പോയാലോ? ഇങ്ങനെ കയറി പോയാലോ? ഫുഡ് കഴിച്ചിട്ട് പോരായിരുന്നു. ഡേറ്റ് ഇപ്പൊ നടക്കാൻ പറ്റില്ല. എനിക്കേ പറ്റും. എന്തൊക്കെ പ്രശ്നങ്ങളല്ല. പക്ഷെ ഡാം അവിടെ നിന്നടി, ഡാമിലത്തെ വെള്ള അവിടെ എന്തൊരു ബിൽഡിംഗ് ഇതൊക്കെ പൊളിഞ്ഞ്, പാലം പൊളിഞ്ഞതാണോ കാണാം. ഇനി അവിടെ എത്തിയിട്ട് കാണാം. കോഷൻ ഡ്യൂ ടു ഫ്രീക്വന്റ് മൂവ്മെന്റ് ഓഫ് വൈൽഡ് ആനിമൽ ക്രോസിംഗ്. മൃഗങ്ങളൊക്കെ എന്തുണ്ടെന്ന് അത് പേടിപ്പിക്കാൻ പറഞ്ഞത്. അങ്ങനെ 1/2 മണിക്കൂർ ക്യൂ നിന്നിട്ട് 15 മിനിറ്റ് പോടി ക്യൂ നിന്ന്. എൻ്റെ പൊന്നെ, ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്തു. ഇനി വാട്ടർഫോൾ എങ്ങനെ ഉണ്ടാകുമെന്നാണ് അടുത്ത ചോദ്യം. അതിനകത്ത് എവിടെയൊക്കെ വെക്കേ ടിക്കറ്റ് അടിക്കുക. എത്ര എന്ത് ചെയ്യുന്ന? തമിഴ്നാട്. ഇപ്പൊ നമുക്ക് ലാഗോന്തേ ആ ചെക്കൻ വന്നിട്ട് കാറോടിക്ക് ചെക്കൻ വന്നിട്ട് ടിക്കറ്റ് എക്സ്ട്രാ എടുത്ത് തരാൻ പറഞ്ഞിട്ട് ആ ചെക്കൻ്റെ വേറെ ടിക്കറ്റ്. അത് 8 പേർക്ക് 4.20 ചില്ലറ ബാക്കി വെച്ചിട്ടേ. അപ്പൊ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു. എവിടെയാണ് വാട്ടർഫോൾ? ഇനിയും നടക്കാണ്ടല്ലേ? ചെറിയ സ്റ്റെപ്സ്. അപ്പൊ ഇനി താഴെ നല്ല വ്യൂ അല്ലേ? ഇത് ഡാമിന്റെ ബാക്കിയാണോ? അല്ലാതെ ഡാം അപ്പുറത്തല്ലേ? അതെ, താഴെ കൂടെ പോവാം. അപ്പൊ ഇതാണ് വഴി. നമ്മൾ റോങ് വഴി കൂടെ പോകുന്നു. നോക്കാൻ എന്താന്നറിയാ, ഇപ്പൊ താഴെ പോയി കഴിഞ്ഞ് പിന്നെ ഇവിടെ കയറാൻ നമുക്ക് മടിയാവും. നല്ല വ്യൂ ഉണ്ടല്ലേ? ക്ലിയർ. എന്തിനില്ലേ? നിറച്ച ആൾക്കാരുണ്ട്. ഇവിടെ കസാര ഉണ്ട് ഒക്കെ ഇട്ട് ഇരിക്കണൊക്കെ. ആ കസാര ഇതാണ് വാട്ടർ. ഇവിടെ നിന്നാണ് വ്യൂ. സ്ലിപ്പായിരിക്കും. ഓ, ഇതാണ് വ്യൂ. താഴേക്ക് പോകേണ്ട ആവശ്യമില്ല. താഴേക്ക് വെള്ളത്തിൽ പോകാനാ. അത് നമ്മളെന്നും കാണായത് കൊണ്ട് പ്രശ്നമില്ല. ഓടിട്ട് കുളിസീൻ വീഡിയോ വൈറലാവുള്ളൂ. ശരിക്കും നമ്മൾ പോകേണ്ട വഴികളെന്ന് പറയുന്നത് ആ സ്റ്റെപ്പ് വഴിയാണ് പോകേണ്ടത്. പക്ഷെ ഇവിടെ നിന്നാണ് നല്ല വ്യൂ. നമുക്ക് മൊത്തം വ്യൂ കിട്ടും. ഇതാണ് വാട്ടർഫോൾ, പൈക്കാര വാട്ടർഫോൾ. ഇങ്ങനെ താഴേക്ക് ഞാൻ അങ്ങോട്ട് പോവാം. അപ്പോൾ ഈ വഴി ഇങ്ങനെ താഴേക്ക് പോടി.
അങ്ങനെ ഡേറ്റ ഈ കയറ്റം ഇറങ്ങി വന്ന് ടെൻഷൻ അടിച്ച് വേർത്ത്. ഇന്ന് വേർത്ത് ഊട്ടി വന്നിട്ട്. ഇതെല്ലാം ഈ താഴേന്ന് കാണാൻ പറ്റുന്ന പറഞ്ഞ പൊളിഞ്ഞ സാധനം അവിടേക്ക് തന്നെ വന്നേ അറിയില്ല കേട്ടോ. ഇതില് ഇങ്ങനെ വാട്ടർഫോൾ ഇത് 50 കൊടുത്താലും വലിയ നഷ്ടമില്ലല്ലേ. ഫസ്റ്റ് 6 പ്ലേസ് ആണ് വന്നത്. 1 ഡേ സ്പെൻഡ് ചെയ്തത് അല്ലേ. അങ്ങനെ നമ്മൾ പൈക്കട്ട വാട്ടർഫോൾസിന് താഴെ എത്തി. ഇതാണ് വാട്ടർഫോൾ വരുന്നത്. ഇതല്ലേ അതൊരു ഇത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ചിക്കൻ ബിരിയാണി വന്നു. എൻ്റെ ഇവിടെ കീച്ച് കയറാണ്ട് ചിക്കൻ ബിരിയാണി വന്നു. തമിഴ്നാടൻ ചിക്കൻ ബിരിയാണി, ചിക്കൻ ചാവ, അങ്ങനെ വരാം തിരക്കൊക്കെ. ഇപ്പം നമ്മൾ പൈക്കര വാട്ടർഫോൾ കഴിഞ്ഞിട്ട് അടുത്ത് തന്നെ. ഇപ്പോൾ ഓൾറെഡി ലേറ്റ് ആയി 2 മണി. അതുകൊണ്ടാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഇതെനിക്ക് തരില്ലാന്ന് തോന്നുന്നു. ആ ചേച്ചിക്ക് ദേഷ്യം തോന്നുന്നു. ഞാനത് കഴിക്കേണ്ടി വരുന്നോളൂ. ഇതാണ് തമിഴ്നാടൻ ബിരിയാണി. പക്ഷെ ടേസ്റ്റിനുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഗുഡ്, നല്ല രസമുണ്ട്. ഇത് ഇവിടുത്തെ ബിരിയാണി തീരാറായിരുന്നു. അടിഭാഗം വരെ എത്തി. പറയണ്ടല്ലോ അല്ല ഹാഫ് ബിരിയാണി. ഇറ്റ്സ് ഗുഡ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. നമ്മൾ വാൽപ്പാറിൽ കണ്ടത് സ്ഥലമല്ല. ഇതേടെ അപ്പുറത്തൊരാൾ നിൽക്കണോക്കിയേ. അപ്പോൾ അവിടെ അപ്പുറത്ത് ആ മരത്തിൻ്റെ അവിടെ നൈസ്. അതിപ്പോൾ വല്ല പശുവിന് ഇതൊക്കെ മേയ്ക്കാൻ വേണ്ടി വന്നായിരിക്കും. സൂപ്പറല്ല, ഗുഡ്. ഇത് നമ്മളിപ്പോൾ തിരിച്ചു ഊട്ടിയിൽ നിന്ന് തിരിച്ച് പോകുന്നതായിരിക്കുള്ള. ഇതൊരു ഡാമായിരുന്നു. ഡാമിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഇറങ്ങി വരിക. എന്താ സ്റ്റാർ ഇതില് ഈ സ്റ്റാറാ. ചിലത് റെഡ് സ്റ്റാർ, ചിലത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റാർ. എന്തെങ്കിലും ഉണ്ടാവായിരിക്കും. നല്ല രസമുണ്ടല്ലോ. നൈസ്. കിണറോ കിണർ ഇതൊക്കെ മരുന്നൊക്കെ ഫുൾ. എനിക്ക് യുക്കാലിയുടെ മരാന്നോടി. നൈസ് വ്യൂ. ഇപ്പൊ നമ്മളടുത്ത് പോകുന്നതാണ് നീഡിൽ വ്യൂ പോയിന്റ്. ഇത് ഞാൻ മോളിൽ കണ്ടു. ഇപ്പൊ നമ്മൾ കേറിയ സ്ഥലം EDC നീഡിൽ റോക്ക്. നീഡിൽ പോയിന്റ് ഒരു ടിക്കറ്റ് 20 രൂപ. ടിക്കറ്റ് ആണെങ്കിൽ ടോയ്ലറ്റിൽ പോയി മുട്ടിയിട്ട് ടോയ്ലറ്റിൽ പോകുന്നു. അപ്പോൾ എനിക്ക് രാജ്യത്തെ എക്സസൈസ് റെസ്റ്റ് എടുക്കാൻ കഴിയും. പക്ഷേ ഇത് ഭയങ്കര സ്റ്റീപ്പുണ്ടല്ലേ. ഇനി ഇവിടെ എന്താ ഏറ്റവും മുകളിൽ. അപ്പം ഇന്ന് വീട്ടിൽ 2 മണി. എപ്പോൾ പറഞ്ഞേ ഉറങ്ങണ്ട, ഡയറക്റ്റ് ക്ലാസ് തുടങ്ങാം. അതായിരിക്കും നല്ലത്. രാവിലെ 6 മണിക്ക് ക്ലാസ് തുടങ്ങുന്നത്. ആനപ്പണ്ടം കിടക്കുന്നു. അനവരായിരിക്കും. അതുകൊണ്ടായിരിക്കും ആനപ്പണ്ടം പഴയതാ. വരച്ച് കഴിഞ്ഞാൽ ചാനപ്പണ്ടാവും. പണ്ടങ്ങനെ നമുക്ക് കയറ്റം നോക്കി ഇതങ്ങോട്ട് കയറി ആ മല വരെ എത്തണം. ഓ വേണമായിരുന്നോ? എനിക്ക് പ്രശ്നമില്ല, ഞാൻ കയറും. ഇന്നിപ്പോൾ രാത്രി പിന്നെ ഉറക്കം. തണുപ്പത്ര ഇപ്പം തണുപ്പാണ് പോലെ. ഓ ഇതാണ് വ്യൂ അല്ലേ. നമ്മൾ ആ മുകളിൽ നിന്ന് ഇറങ്ങി വന്നതാ. ഗുഡ്. ഇത് ഇതിന് വേണ്ടി മാത്രം തന്നെ ഒരു വീഡിയോ ഉണ്ടല്ലോ. ഇവിടുത്തെ വ്യൂ ഒക്കെ നമ്മുടെ വണ്ടി ആവട്ടെ അവിടം വരെ എത്തണം.
സമയം ഒരുപാട് പിടിക്കും. നിങ്ങൾക്ക് വണ്ടി കാണണ്ടോന്ന് അറിയില്ല. സൂം ചെയ്യാം. ഇത് അവിടെ റോഡ് പോകുന്നു. അവിടെ ആട് അന്ന് ഞാൻ നേരത്തിട്ടുണ്ടാ ഒരാടുണ്ട്. നമുക്ക് ഇനി ഇവിടെ നിന്ന് വിട്ട് നടന്ന് 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 അവിടം വരെ എത്തണം. അവിടുത്തെ എന്താ കാണാൻ ഈ സാധനം തന്നെ ആയിരിക്കും അല്ലേ ഈ വ്യൂ. ഇതല്ല ട്രക്കിങ്. ട്രക്കിങ് വഴിയൊന്നും ഉണ്ടാവില്ല. ഈ വഴിയുടെ മരം നമ്മളിപ്പോ പകുതി ദൂരം കടന്നു വിചാരിക്കുന്നു. വലിയ വലിയ പാറകൾ. ആഹാ തണുപ്പ് പക്ഷെ അത്ര ഇല്ല, ചൂടില്ല. ഇക്കട്ട വേണ്ടിട്ടാ അല്ലേ. ഇപ്പൊ നമ്മള് ഇത്രയും സ്ഥലത്തേക്ക് വെച്ച് അവിടെ മാത്രം ചെറിയൊരു ഇത് നോക്കി എന്റെ ഐറ്റ് നോക്കി. എനിക്ക് അവിടെ ഇത് മറ്റേ ഗുണാക്കേവ് പോലെ ഉണ്ടല്ലേ. അതെ അതുമ്മയാണ് ആട് വെച്ചാണ്. ആടുണ്ടല്ലേ. അപ്പൊ നമ്മളെത്തി, ഓൾമോസ്റ്റ് എത്തിയിരിക്കുന്നു. പക്ഷെ ഈ ഗ്രീനറി ആ ഗ്രീനറി നല്ല വ്യത്യാസം ഉണ്ടല്ലേ. ഈ ഗ്രീനറിയും തണുപ്പ് സ്ഥലങ്ങളൊക്കെ എല്ലാവരും ഈ ഗ്രീനറിയും അപ്പുറ സ്ഥലം ഗ്രീനറി നല്ല വ്യത്യാസമുണ്ട്. പേടിയാണ്. ഇതിലേക്ക് പേടിയാണ്. നൈസ് നല്ല മലകൾ. ഇതൊക്കെ ഏതൊക്കെ സ്ഥലം ഉണ്ട്. അവിടെ ഒരു പുഴയോ ഇതൊക്കെ ഉണ്ട്. ഗുഡ്. ആ മലക്ക് ഏത് സ്ഥലമായിരിക്കും അറിയില്ല. ഇതാണ് അതൊരു വഴി ഇട്ടുണ്ട്. ഇങ്ങനെ വഴി പോകുന്നുണ്ട്. അവിടെ ഒരു ആടുണ്ട്. ഒറിജിനൽ അല്ല കേട്ടോ. ഞാൻ ടോയ്ലറ്റിനോട് ഇങ്ങനത്തെ ആട് വെച്ചിട്ടുണ്ടായി. ഇപ്പം ഈ മലയുടെ ഭംഗി നോക്കി. ഓ സൂപ്പർ, വളരെ സൂപ്പർ. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് എത്തിയിരിക്കുന്നു. അപ്പുറ സൈഡിലെ മരങ്ങളും ഇപ്പുറ സൈഡിലെ ഗ്രീനറിയും ആ ഗ്രീനറിയും നല്ല വ്യത്യാസമുണ്ട്. വളരെ ചിലപ്പോൾ താഴെയടി അതാണ് വ്യത്യാസം. അപ്പം നമ്മൾ ഏറ്റവും ടോപ്പ് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇതാണ്. ഇവിടെ നിന്ന് ഒരു നല്ലൊരു വ്യൂ 360 രീതി. നമ്മള് അവിടെയാണ്, അവിടെ ഇല്ല, നമ്മളവിടെയാ. എടീ നമ്മള് ആ കാറില്ലേ, നമ്മളവിടെയാണ്. അവിടെ നമ്മളെ ആ മോളിൽ നിന്നുണ്ടാവും. ആ മോളിൽ നിന്നുണ്ടോ നീ? അവിടുന്ന് കണ്ട് നമ്മള് വണ്ടിയുടെ സ്ഥലം ഇവിടെ. നമുക്ക് ഇനി ഇങ്ങനെ കവർ ചെയ്ത് ആ താഴെ എത്തണം. നിസ്സാരം, വളരെ നിസ്സാരം. ഡേറ്റ് വണ്ടി ഓടിക്കണ്ടേ? ഇതാണ് ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ. താഴെ ഉണ്ടാവും അതുപോലെ തന്നെ അവിടെയൊക്കെ ഉണ്ടാവും. ഇതാണ് 360 ഡിഗ്രി ഇങ്ങനെ വ്യൂ. വലിയൊരു താഴ്ച. കറക്റ്റായിട്ടാണോ? നീ ഇതിന്റെ ഉള്ളിലൊക്കെ കാണണ്ടല്ലേ. ഇങ്ങനെ കൂടാ സ്വന്തം അടുത്തെത്തിയില്ലേ. ഗുഡ്, നൈസ്. അപ്പം നമ്മുടെ കഴിഞ്ഞ് നമ്മൾ കയറി ഇറങ്ങാണ്, തിരിച്ചു പോവാണ്. ഇതാണ് ഏറ്റവും ടോപ്പിൽ. ഇനി നമ്മൾ പോവുകയാണ്.